ലാസറസിൻ്റെ അച്ഛനാണ് ഇപ്രകാരം എഴുതി വച്ചത്. താൻ ചെല്ലുന്ന ഇടങ്ങളിൽ കുർബാനകളുടെ എണ്ണം കൂടുമ്പോൾ, നൊവേന കൂടുമ്പോൾ, ആരാധനയും ജപമാലകളും ഉയരുമ്പോൾ, ഞങ്ങളുടെ സമൂഹത്തിലേക്ക് ജോളിയച്ഛൻ കടന്നു വരുമ്പോൾ ഞങ്ങൾ പരാതിപ്പെടാറുണ്ട്, കളിയാക്കാറുണ്ട്. എത്രയേറെ കളിയാക്കിയാലും ചിരിച്ചുകൊണ്ട് അവയെല്ലാം സന്തോഷത്തോടെ നേരിടും. മുതിർന്ന വൈദികർ ജോളിയച്ഛനെ ഉപദേശിക്കും, തനിക്ക് കുറച്ച് റെസ്റ്റൊക്കെ ആകാം, താൻ ഉറങ്ങാറുണ്ടോ, തനിക്ക് കുറച്ചുകൂടി ഉറക്കമൊക്കെ ആകാം. ഇപ്രകാരം തീഷ്ണതയാൽ ജ്വലിച്ചുകൊണ്ട് യെശയ്യാ പ്രവചനം അദ്ദേഹം പൂർത്തീകരിച്ചു. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കഴുകനെ പോലെ പറന്നുയരും. ലിജോച്ചനാണ് ഇപ്രകാരം എഴുതിയത്. തിരിഞ്ഞു നോക്കാതെ ആവേശത്തോടെ തിരികൾ തെളിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് പ്രകാശം നൽകിക്കൊണ്ട് ജോളിയച്ഛൻ പോകുന്നു. കവിത നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പോലെ അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങളാരും എന്നെ തിരിച്ചു വിളിക്കണ്ട. കാരണം ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജോളിയച്ഛന് ഒരു തിരിഞ്ഞു നോട്ടമില്ല. ആയതിനാൽ തന്നെ പ്രിയ ജോളിയച്ഛ, ഞങ്ങൾ തിരികെ വിളിക്കുന്നില്ല. പക്ഷേ എലീഷ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കാൻ അങ്ങയുടെ തീഷ്ണതയുടെ ഒരംശം വൈദിക കൂട്ടായ്മയ്ക്ക് ഞങ്ങൾക്ക് ഇനിയും പകർന്ന് തരണമേ. ശനിയാഴ്ചയാണ് അവസാനമായി അച്ഛനുമായി സംസാരിച്ചത്. മിസ് കോൾ കണ്ട് തിരിച്ചു വിളിച്ചു, അച്ഛാ എന്താ, എൻ്റെ ഇടവകയിലെ കുറച്ച് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് വേണം, എന്നാണ് ഇനി ഇൻഷുറൻസ് ആരംഭിക്കുക. ഞാൻ പറഞ്ഞു, അച്ഛാ അത് നവംബർ മാസം അവസാനം ഡിസംബർ ആദ്യമാകും, അപ്പോഴേക്കും ഞാൻ കുറച്ച് കുടുംബങ്ങളെ ഞാൻ എഴുതി വെക്കാം. ഒട്ടും വകയില്ലാത്ത രോഗത്തിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ആരോഗ്യ പദ്ധതിയാണ് അച്ഛൻ അവസാനം ഞാനുമായിട്ട് സംസാരിച്ചത്. ഇപ്രകാരം എല്ലാം കൊടുത്ത് എല്ലാവരെയും ആശീർവദിച്ച് അച്ഛൻ പോവുകയാണ്.